ഹലോ ഹായ് നമസ്കാരം. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഇപ്പോൾ ഭയങ്കര ചൂടാണ്. ചൂട് കാരണം എല്ലാവരുടെയും മുഖത്തും പുറകിലുമൊക്കെ ചെറിയ ചെറിയ കുരുക്കൾ വരാറുണ്ട്. എല്ലാവരും പറയുന്ന കാര്യമാണ്. പക്ഷെ അത് എങ്ങനെ പെട്ടെന്ന് മാറ്റണം എന്നുള്ള കാര്യത്തിൽ ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ട് അല്ലേ. മാറ്റുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അലോവേര എടുത്ത് വെക്കുക. അലോവേരയുടെ ആ മഞ്ഞ ഫ്ലൂയിഡെല്ലാം കളഞ്ഞിട്ട് അതിനെ ഇങ്ങനെ എടുത്ത് 2 പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നടുക്കൂന്ന് വെട്ടി 2 പീസാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എഴുന്നേറ്റ് വരുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വർക്ക് കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് വരുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ കിച്ചണിൽ ഭയങ്കര ചൂടൊക്കെ ഏറ്റിട്ട് വരുമ്പോഴത്തേക്കൊക്കെയാണ് കൂടുതലായിട്ട് ഈ ചെറിയ ചെറിയ കുരുക്കൾ വരുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഈ അകത്തുള്ള ജെല്ല് നമുക്ക് ചെറുതായിട്ട് നമ്മുടെ നഖം കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതാക്കി ചുരണ്ടി ഒന്ന് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പീസ് നമ്മൾ എടുക്കുക വെച്ചോ, ഈ ഒരു പീസ് കൊണ്ട് തന്നെ നമ്മുടെ മുഖത്ത് നന്നായിട്ടിങ്ങനെ ഉരച്ചു കൊടുക്കുക. ശരിക്കും നല്ല കൂളിങ്ങുമാണ്, ഭയങ്കര നാച്ചുറലായിട്ട് നല്ലൊരു ഹീലിംഗ് തരുന്ന സാധനമാണ്. അപ്പം ഇത് ഒരു 3-4 ദിവസം നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ആ റിസൾട്ട് കാണാൻ പറ്റും. അതായത് ആ ചൂട് കുരുവോ അല്ലെങ്കിൽ ആ കുരുക്കൾ പോലെ ചെറിയ ചെറിയ കുരുക്കൾ പോലെ നെറ്റിയിലും കവിളിലും ഒക്കെയുള്ള കുരുക്കൾ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നിങ്ങൾക്ക് കുരുക്കൾ അമിതമായിട്ടുണ്ടെങ്കിൽ ഈ ആര്യവേപ്പിൻ്റെ ഇല കിട്ടുവാണെന്നുണ്ടെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇല നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തിട്ട് ആ വെള്ളം വെച്ചിട്ട്, അതായത് ആ ചൂടാറി കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ചെറു ചൂടോടെ ആ വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് മുഖം കഴുകുക. അല്ലെങ്കിൽ ഒരു കോട്ടൺ അതിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒപ്പി കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കോക്കനട്ട് മിൽക്ക് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ നമ്മൾ എടുത്തിട്ട് അതും ഈ കോട്ടൺ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് അതും നന്നായിട്ടൊന്ന് ഒപ്പി കൊടുക്കുമ്പോഴത്തേക്ക് ആ ചെറിയ കുരുക്കൾ പോലെയുള്ളത് കുറയാനായിട്ട് വളരെയധികം സഹായിക്കും. അതുപോലെ നമുക്ക് അടുത്ത ഒന്ന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ത്രിഫലയാണിത്. അപ്പോൾ ത്രിഫല നമ്മളിതുപോലെ ജസ്റ്റ് ഒരു ചൂടാറിയ വെള്ളത്തിലോ അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിലോ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ നമ്മളിപ്പം ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇടേണ്ട ആവശ്യമില്ല. അതിന് പകരം ജസ്റ്റ് ഒരു തിൻ ലെയറായിട്ട് മാത്രം ഫുൾ ഫേസിൽ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒരു 10-15 മിനിറ്റ്സ് ഇതൊന്ന് ലീവ് ചെയ്യണം. ആക്ച്വലി നിങ്ങളിത് ഒരു 3 to 4 ഡേയ്സ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല റിസൾട്ട് കാണാൻ പറ്റും. അതായത് ആ ചെറിയ കുരുക്കൾ പോലെയുള്ള സാധനങ്ങൾ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഈ ചൂട് നമുക്ക് എന്തായാലും കുറയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചൂട് എന്തായാലും ഉണ്ടാവും. അപ്പം അത് കാരണം നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ തടയാനായിട്ട് ഇതുപോലുള്ള ചെറിയ പൊടിക്കൈകളൊക്കെ നമ്മളെ സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ പൊടിക്കൈകളൊക്കെ ഒന്ന് ട്രൈ ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. Bye bye.